ആവേശകരമായ പ്രചാരണ ചൂടിലാണ് അടൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CV ശാന്തകുമാർ. ഈ കഴിയാവുന്നത്ര വോട്ടർമാരെ നേരിൽ കാണാനാണ് അല്ലേ ശ്രമം? തീർച്ചയായിട്ടും കഴിവതും വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് അവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രചരണത്തിന് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ മണ്ഡല തലത്തിലുള്ള പഞ്ചായത്ത് തലത്തിലുള്ള പര്യടന പരിപാടികളാണ്. ഇന്ന് പന്തളം മുനിസിപ്പാലിറ്റിയിലാണ്. അടൂരിൽ പ്രധാനമായിട്ടും എന്താണ് ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? അടൂരിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ്. കടന്നു വന്ന 4 പഞ്ചായത്തുകളിലെയും അമ്മമാരും കുഞ്ഞുങ്ങളും സഹോദരികളും എല്ലാം പറയുന്നത് രൂക്ഷമായ കുടിവെള്ളം ഇവിടെ കിട്ടാക്കനെയായി മാറിയിരിക്കുന്നു. അതിനൊരു ശാശ്വത പരിഹാരം കണ്ടത് ശുദ്ധജലമില്ല എന്നുള്ളതാണ് ഏറ്റവും പരിഗണന നൽകുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് LDF ഭരിക്കുന്ന ഒരു മണ്ഡലമാണ്. എങ്ങനെയാ ആ മണ്ഡലം എങ്ങനെയാ അതിന്റെ ഒരു മാറ്റമൊക്കെ എങ്ങനെയാ? കഴിഞ്ഞ 15 വർഷക്കാലമായി യാതൊന്നും തന്നെ നടത്തിക്കൊണ്ടുപോകാൻ ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യാവസ്ഥ. ശ്രീമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആയിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഇവിടെ തലയുയർത്തി നിൽക്കുന്നത്. എന്താണ് UDF അടൂരിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? സാംസ്കാരിക പൈതൃകം ഏറെയുള്ള ഒരു മണ്ണാണ് അടൂര്. ധീരദേശാഭിമാനി വേലിത്തമ്പി ദളവയുടെ രഥമുരുണ്ട പുണ്യഭൂമിയാണ് ഇവിടെ. സാംസ്കാരിക നായന്മാർ, എഴുത്തുകാർ, ഗാനരചയിതാവ്, ഒട്ടനവധി സാഹിത്യന്മാർക്കുള്ള ഒരു മണ്ണാണ്. അപ്പോൾ അതിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ളത് ലൈബ്രറി കെട്ടിടം, ആധുനിക രീതിയിലുള്ള ടെക്നോളജി ഉള്ള ലൈബ്രറി കെട്ടിടം. അതുപോലെ തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതുപോലെ മധ്യ തിരുവിതാംകൂറിന്റെ സാംസ്കാരിക മണ്ഡലമായി ഈ അടൂരിനെ മാറ്റുവാനാണ് എന്റെ ശ്രമം. ഒരു സംവരണ മണ്ഡലമാണ്. അത്തരത്തിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ആലോചനയിലുണ്ടോ? തീർച്ചയായും ഈ സംവരണ മണ്ഡലത്തിൽ കൂടുതലും ഉന്നതികളുള്ള പ്രദേശമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അധിവസിക്കുന്ന ഏറ്റവും ജനസംഖ്യയുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. പാതി പണിത വീടാണ് പലതും കാണുന്നത്. ഇതുവരെ ലൈഫിന് അനുവദിച്ചുള്ള തുക പോലും ലഭിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് പല മേഖലകളിലും ഉന്നതികളിലും ചെല്ലുമ്പോഴുള്ളത്. അതുപോലെ ഇടിഞ്ഞു വീഴാറായ പാവങ്ങളുടെ വീടുകൾ ഒട്ടനവധിയുണ്ട്. അതിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകും. ഈ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രചാരണമൊക്കെ കടന്നു പറഞ്ഞാൽ എങ്ങനെ ആത്മവിശ്വാസം ഉണ്ടോ? എങ്ങനെ? തീർച്ചയായിട്ടും 100% ആത്മവിശ്വാസമാണ്. UDF വിജയിക്കും. ഓക്കെ, അത് തന്നെയാണ്. UDF വിജയിക്കും. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം. അടൂർ മണ്ഡലത്തിൽ ഒരു മാറ്റം വരണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ ആഗ്രഹമെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ രതീഷ് മൺവിളിച്ചിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.